വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDFന്റെ ചങ്കിടിപ്പ് നിലയ്ക്കും. അതൊരു മൈനർ അറ്റാക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു മേജർ അറ്റാക്ക് കൂടെ ഉണ്ടാവും. ഓണക്കാലം കഴിഞ്ഞു. എന്തൊരു സുഖം, എന്തൊരു സമൃദ്ധമായ ഓണക്കാലമാണ്. നാട്ടിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ബോണസ് കിട്ടിയില്ല ആരെങ്കിലും പറഞ്ഞോ? അതുപോലെ തന്നെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് പറഞ്ഞോ? മലയാള മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഒരുപോലെ പറഞ്ഞത് ഓണക്കാലം സമ്പുഷ്ടമായിരുന്നു എന്നാണ്. വെറുതെ ആയതല്ല. ഈ കേരളത്തിലെ ഗവൺമെന്റ് 20,000 കോടി രൂപയാണ് ഈ ഓണക്കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി ഖജനാവിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണായത്. അതുകൊണ്ടാണ് സാർ ഓണം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഓണപ്പാട്ടിനോടൊപ്പം ഒന്നുകൂടെ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നാണ് ഈ ഗവൺമെന്റിനെ നോക്കിയ, ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവരെ നോക്കിയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് ഇനിയും മുന്നോട്ട് പോകും. ബാബു നെന്മാർ അങ്ങേക്കെട്ട് സാർ, ഇന്ന് ലോക ഹൃദയ ദിനമാണ്. സാർ, ചങ്കാണ് ചങ്കിടിപ്പാവുക എന്നതാണ് അതിന്റെ അർത്ഥവാക്യം. കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന മലയാളികളുടെ ചങ്കാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ഇരട്ട ചങ്കുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് 3.5 കോടി മലയാളികൾക്ക് ഇപ്പോൾ ചങ്കിന് ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDFന്റെ ചങ്കിടിപ്പ് നിലയ്ക്കും. അതൊരു മൈനർ അറ്റാക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു മേജർ അറ്റാക്ക് കൂടെ ഉണ്ടാവും. സർ, ഇവിടെ UDFകാരൊന്ന് പുറകിലേക്കൊന്ന് നോക്കണം. സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലേക്ക് 2015 സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക വളർച്ച താഴോട്ട്. CAG റിപ്പോർട്ട്. വാർദ്ധക്യകാല പെൻഷനും പണമില്ലാത്തത് മനുഷ്യത്വമില്ലായ്മ കമ്മീഷൻ. ധനം റവന്യൂ കമ്മി കുതിച്ചുയരുന്നു. ഇതൊക്കെ 2015 അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളം അതിശയിപ്പിക്കുന്നു. ഇതും നിങ്ങൾ മറന്നുപോകരുത്. സാർ, ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം അമേരിക്ക എന്നാണ് പറയുന്നത്. സാർ, ആ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണ് ഇപ്പൊ 50% നികുതി ചുമത്തി ഇന്ത്യ രാജ്യത്തെ പോലും ബുദ്ധിമുട്ടിക്കുന്നത്. സാർ, അതിന്റെ കെടുതിയാണ് നമ്മൾ ഇനി അനുഭവിക്കാൻ പോകുന്നത്. ഒരക്ഷരം പറഞ്ഞു അവരാരെങ്കിലും? പറഞ്ഞില്ല സാർ. സാർ, എവിടെയാണ് കേരളത്തിലെ സാമ്പത്തിക ബാധ്യതകളിലേക്ക് വരുന്നത്? പറഞ്ഞോ ഇവരാരെങ്കിലും? കേന്ദ്ര നികുതി വിഹിതം 2015 2.52, ഇപ്പോ 1.92% വെട്ടിക്കുറച്ചു. സാർ, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നേരത്തെ 25% ഷെയർ, ഇപ്പൊ 40% കേരളം അതിനു വേണ്ടി ചെലവഴിക്കണം. സാർ, നമ്മുടെ വായ്പാ പരിധിയും വെട്ടിക്കുറച്ചു. സാർ, കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഏതു കാര്യത്തിലും GSTയുടെ പേരിൽ അല്ലാതെ തന്നെ സെസ്സും സർചാർജുമായി തങ്ങളുടെ ഖജനാവിലേക്ക് പണം സ്വരുക്കൂട്ടുമ്പോ അത്തരമൊരു സമീപനം കേരളത്തിലുണ്ടോ? സാർ, ഇതാ GST നഷ്ടപരിഹാര തുകയില്ല. കഴിഞ്ഞ കുറച്ചു കാലത്തിന്റെ തന്നെ നഷ്ടപരിഹാര തുക എടുത്ത് പരിശോധിച്ചാൽ 11,000 കോടി രൂപ വരെ ലഭിച്ചിരുന്നതാണ്. അതില്ല. ഇപ്പൊ പുനഃപരിഷ്കരണം വന്നിട്ടുണ്ട് GSTയിൽ. സാർ, പറയുന്നത് 8,000 മുതൽ 10,000 കോടി രൂപയുടെ നഷ്ടം ഈ കേരളത്തിനുണ്ടാകുമെന്നാണ്. ആരെങ്കിലും ഒരാൾ ആ UDFന്റെ ഭാഗത്തു നിന്നും ഒരക്ഷരം പറഞ്ഞോ സാർ? അപ്പോൾ ആ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല സാർ. കേരളം സാമ്പത്തികമായിട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 54,000 കോടി രൂപയായിരുന്നു നികുതി വരുമാനമെങ്കിൽ ഇപ്പോൾ അത് 86,000 കോടിയിലേക്ക് ഉയർന്നു. സാർ, 1,30,000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് നേരത്തെ അവതരിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റിലേക്ക് ഉയർന്നത് സാമ്പത്തിക വളർച്ചയില്ലാത്തത് കൊണ്ടാണോ? പിന്നെ അവർ പറയുന്നത് ദൂർത്താണ്. സാർ, കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന നെല്ലിന് 23 രൂപയാണ്. ഞങ്ങൾ 5 രൂപ 20 പൈസ കൂടെ കൂടുതൽ കൊടുത്ത് കർഷകരെ സംരക്ഷിക്കും. അത് ദൂർത്താണെങ്കിൽ ഇനിയും ആ കർഷകർക്ക് ആശ്വാസമായ നടപടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സാർ, കേന്ദ്രം തരാനുള്ളതോ 2,601 കോടി. സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞതാണ്. ഒരക്ഷരം പറഞ്ഞു അവിടെ നിന്നും പറഞ്ഞില്ല സാർ. സാർ, ഓണത്തിന് ഇൻസെന്റീവായിട്ട് ഞങ്ങൾ അധികം കൊടുക്കാനുള്ള പൈസ ഇൻസെന്റീവിൽ 100 കോടി രൂപ അധികം കൊടുത്തു. സാർ, ജലജീവൻ മിഷനെ കുറിച്ച് പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തര കേരളത്തിന്റെ ഇന്ന് ഹൗസ് കണക്ഷനായി കൊടുത്തതിന്റെ എണ്ണം
50% ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇവിടെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. സാർ, കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കേണ്ടത് 11,143 കോടി, നൽകിയതോ 5,610. ഇനി തരാനുള്ളത് 6,033.28. ഒരു അക്ഷരം പറയുന്നില്ലല്ലോ സാർ. കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോ തരാനുള്ള ആളുകളെ കുറിച്ച് ഒരു വാക്ക് പറയണ്ടേ? അവർ പറയില്ലെന്ന് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്രത്തിനെതിരെ ഒരു സമരം നടത്തി. ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഇപ്പോൾ തന്നെ കേന്ദ്രത്തില് 18 MP-മാരുണ്ട് സാർ. അവിടെ കേന്ദ്രത്തിന്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോൾ ഒരു വർത്തമാനം പറയുന്നുണ്ടോ? അവര് കുത്തിനോവിക്ക് കേരളത്തിനെ എങ്ങനെയാണ് മോശപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവർ ഉയർത്തുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത് സാർ. UDF ഭരണകാലത്ത് KSRTCക്ക് നൽകിയത് 1,462 കോടി. സാർ, ഇപ്പോ 1-ാം പിണറായി വിജയന്റെ കാലത്ത് കൊടുക്കുന്ന 5,002. ഇപ്പോൾ നാളിതുവരെ 7,830 കോടി രൂപ കൊടുത്തു. KSRTCയെ സംരക്ഷിക്കുന്ന രൂപത്തിലാണ് പോകുന്നത്. സാർ, വിദ്യാഭ്യാസ മേഖലയിൽ ഉച്ചക്കഞ്ഞിയെ കുറിച്ച് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കാൻ ഉൾപ്പെടെയുള്ള സംഖ്യ 1,500 കോടിയാണ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഉച്ചക്കഞ്ഞിയില്ല, ഇപ്പോ ഉച്ചയ്ക്ക് സദ്യയാണ്, കുട്ടികൾ സുഭിക്ഷമാണ്, ബിരിയാണിയും കൂടിയാണ് സാർ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ NRHM-ന്റെ വകയിൽ കിട്ടാനുള്ള പൈസ, മരുന്നിന് പൈസ ഇല്ലെന്ന് ആക്ഷേപിക്കുന്നവരുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള പൈസയിൽ ഒരു വാക്ക് പറഞ്ഞു നിങ്ങൾ സാർ. അതുപോലെ തന്നെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. SC ST വിഭാഗത്തിന് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഞങ്ങൾ കൊടുത്തത് പറയാം. 3,853 കോടി രൂപ. ഇപ്പോ 5,826 കോടി രൂപ ഞങ്ങൾ കൊടുത്തു. ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചു. കേരളം അത് ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. അതാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഇനി ദൂർത്തിനെ കുറിച്ചൊക്കെ വീണ്ടും പറയണവര്. ഒറ്റ കാര്യമുള്ളൂ, 5.5 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവർക്ക് കിടക്കാൻ ഒരു കിടപ്പാടമുണ്ടാക്കി ലൈഫ് മിഷനിലൂടെ ആ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ദൂർത്താണെങ്കിൽ ഞങ്ങൾ ഇനിയും വീട് കൊടുക്കും. അത് ദൂർത്തായിട്ട് കാണട്ടെ. അതുപോലെ തന്നെയാണ് പെൻഷൻ കാര്യം ഞാൻ പറഞ്ഞു സാർ. ഇവിടെ ഓണക്കാലം കഴിഞ്ഞു. എന്തൊരു സുഖം, എന്തൊരു സമൃദ്ധമായ ഓണക്കാലമാണ്. നാട്ടിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ബോണസ് കിട്ടിയില്ല ആരെങ്കിലും പറഞ്ഞോ? അതുപോലെ തന്നെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് പറഞ്ഞോ? മലയാള മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഒരുപോലെ പറഞ്ഞത് ഓണക്കാലം സമ്പുഷ്ടമായിരുന്നു എന്നാണ്. വെറുതെ ആയതല്ല. ഈ കേരളത്തിലെ ഗവൺമെന്റ് 20,000 കോടി രൂപയാണ് ഈ ഓണക്കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി ഖജനാവിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണായത്. അതുകൊണ്ടാണ് സാർ ഓണം കഴിഞ്ഞപ്പോ ജനങ്ങൾ ഓണപ്പാട്ടിനോടൊപ്പം ഒന്നുകൂടെ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നാണ്. ഈ ഗവൺമെന്റിനെ നോക്കിയ, ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവരെ നോക്കിയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് ഇനിയും മുന്നോട്ട് പോകും. സാമ്പത്തികപരമായി കേന്ദ്ര ഗവൺമെന്റ് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിനെതിരെ നിയമപരമായി മാത്രമല്ല ഈ കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടോടുകൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. പിന്നെ കടക്കണിയെ കുറിച്ച് പറഞ്ഞു സാർ. ഈ UDF ഭരിക്കുന്ന കാലത്ത് വയനാടിൽ ഒരു കർഷകരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കടക്കണി മൂലം കർഷകർ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ്, നിങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള കടത്തിന്റെ ഭാഗമായി നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനായിരിക്കേണ്ട ശ്രീ വിജയൻ ഇല്ലേ, അസുഖബാധിതനായി കിടക്കുന്ന സ്വന്തം മകന് വിഷം കൊടുത്ത് അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. ആ കടക്കളിയെങ്കിലും ഒന്ന് തീർക്കണ്ടേ നിങ്ങൾ? എന്നിട്ട് വേണ്ട ഈ സഭയിൽ വന്നിട്ട് പറയാൻ ഇതൊന്നല്ല സാർ കേസ്. അവിടെ തന്നെ 3 ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾ മൂലമാണെന്ന് ഞാൻ പറഞ്ഞതല്ല, പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇനിയും മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.